ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു സാമ്പാർ എന്ന് വെച്ചാൽ എൻ്റെ രീതിയിലൊരു കുഞ്ഞു സാമ്പാർ കറിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുരിങ്ങാക്കോല്, തക്കാളി, ഉള്ളി, വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് എല്ലാം എടുത്തിട്ടുണ്ട്, പച്ചമുളക് എല്ലാം എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വെച്ച പരിപ്പും അതുപോലെ വെള്ളത്തിലേക്കും ഇതെല്ലാം ഒന്നിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വേവിച്ച് കഴിഞ്ഞിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും, ഈ രണ്ട് സാധനം മാത്രം നമുക്ക് വെക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. എൻ്റെ അടുത്ത് വാങ്ങാൻ മറന്നുപോയി. ഓക്കെ, എന്താ പറയുക, കഴിഞ്ഞതുകൊണ്ട് മഞ്ഞൾപ്പൊടി എത്ര ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വിസിലടിക്കുക. കാരണം നമ്മൾ എല്ലാ പച്ചക്കറികളും ഒന്നിച്ചിട്ടല്ല, അപ്പോൾ ഒറ്റൊരു വിസിലടിക്കുക. അപ്പോൾ അതൊന്ന് വിസിലടിഞ്ഞ അതിനിടയിലേക്ക് നമുക്ക് നമ്മളെ ചോറിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള നമ്മുടെ പപ്പടം ഇവിടെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നമ്മളിതാ കുക്കർ ഒരു വിസിലടഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രഷറുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഒരു കയ്യിൽ എന്തെങ്കിലും വെച്ചിട്ട് കളയട്ടെ. കാരണം വെച്ചാൽ നമുക്ക് കൈയോട് പൊന്തിച്ച് പിടിക്കാൻ നമ്മളെ കയ്യിലേക്ക് ദഹ കയറും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ പ്രഷറും നമുക്ക് ഫസ്റ്റ് കളഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ഫുൾ പ്രഷറും കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഏകദേശം നമ്മൾ കണക്കായി വേവായിട്ടുണ്ട്. ഒറ്റൊരു വിസിലടഞ്ഞാൽ മതി കേട്ടോ. അതിലൊക്കെ നമുക്ക് നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാം തേങ്ങാപ്പാലെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ മെയിനായിട്ട് ചേർക്കാൻ എന്താ പറയുക, സാമ്പാറിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് കിട്ടാണ് ഞാൻ ചേർക്കുന്നത് ചെറുജീരക പൊടിയാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഞാൻ പരിപ്പിലിട്ട് നോക്കിയപ്പോൾ ശരിക്കും ഏകദേശം ഒരു സാമ്പാറിന് ടേസ്റ്റ് ഉള്ളൂ. ഇപ്പോൾ പിന്നെ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്ത് ഈ ചെറുജീരകത്തിൻ്റെ സ്മെല്ലാണ് എനിക്ക് ഏറ്റവും കൂടുതലൊന്ന് സാമ്പാറിൻ്റെ ടേസ്റ്റ് പോലെ ഒന്ന് തോന്നിച്ചേട്ടാ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ പരിപ്പും പച്ചക്കറിയൊക്കെ വെച്ചിട്ട് ചെറുജീരകം ഇട്ട് കൊടുത്ത് നോക്കാം. ശരിക്കും ഏകദേശം സാമ്പാറിൻ്റെ അതേ നമ്മൾ
ഹോട്ടലിൽ നമുക്ക് കഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ മണം. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെ ഉണ്ടായിന് കേട്ടോ. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. സാമ്പാറിൻ്റെ ഏകദേശം നല്ല മണവും ടേസ്റ്റൊക്കെ ഉണ്ടായിന്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് കാച്ചാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചെറുജീരകപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും. അപ്പോൾ നമ്മളിത് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് എന്താ പറയുക നമ്മളെ കടുക് ഇടാം. ഓക്കെ, അപ്പോൾ അങ്ങനെ കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക്, ഞാൻ വറ്റൽമുളക് ഒറ്റ ഒന്നേ ഇട്ടില്ല. കാരണം ഈ വറ്റൽമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ ഒന്നാണ് ഇട്ട് കൊടുത്തത്. ഇതിട്ടിട്ട് തന്നെ എനിക്ക് ആവശ്യം എന്താ പറയുക ചെറിയൊരു കുഞ്ഞെരിവുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് ഇങ്ങനെ കറി ഒരു കയ്യിൽ കുറച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ ആ ഒരു കറിൻ്റെ മുകളിലേക്ക് തന്നെ തിരിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാച്ചാറുള്ളത്. ചില ആളിങ്ങനെ കാച്ചിയ ആ എണ്ണയും കടുവും ഇതൊക്കെ ഇങ്ങനെ കറിൻ്റെ മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കാറ്. അപ്പോൾ എനിക്ക് ഈ രീതിയിൽ കാച്ചാനാണ് ഞാൻ ഇങ്ങനെയാണ് കാച്ചാറ്. മറ്റേ ചില കാച്ചലില്ല കേട്ടോ. ഓക്കെ, അതായത് ഇങ്ങനത്തെയൊക്കെ കറി വെക്കുമ്പം ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ സാമ്പാർ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറുജീരകം മസ്റ്റായി ചേർത്ത് നോക്കിയിട്ട് പൊടി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക ഓവർ വോയിസ് കൊടുക്കാൻ രീതിയിൽ സംസാരിക്കാണ്ട് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ചിരിച്ചേട്ടാ. അപ്പോൾ ചേട്ടാ ബൈ.